നിർത്തി, ഇനിയില്ല. സമ്പത്തെല്ലാം ഞാൻ വെടിയാൻ തീരുമാനിച്ചു. ശ്രീനിവാസ നായിക്ക് തൻ്റെ സമ്പത്ത് മുഴുവൻ സാധുക്കൾക്ക് വിതരണം ചെയ്തു. അദ്ദേഹം സന്യാസവേഷമണിഞ്ഞു. സരസ്വതി, നീയാണെൻ്റെ കണ്ണു തുറപ്പിച്ചത്. നിന്നോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. അങ്ങനെ സമ്പന്നനായ ശ്രീനിവാസ നായിക്ക് എല്ലാം ഉപേക്ഷിച്ച് തീർത്ഥാടനത്തിനിറങ്ങി. കൂടെ ഭാര്യയും മക്കളും. ദേശാടനത്തിനിടയിൽ ശ്രീനിവാസൻ വിജയനഗരത്തിലെത്തി സന്യാസിവര്യനായ വ്യാസതീർത്ഥനെ കണ്ടു. ഞാൻ പുരന്ദരഗഡിൽ നിന്നു വരുന്ന ശ്രീനിവാസ നായിക്ക്, എന്നെ അനുഗ്രഹിക്കണേ. വരൂ മകനെ, ഇനിമേൽ അങ്ങ് പുരന്ദരദാസൻ എന്നറിയപ്പെടും. ഭഗവാന്റെ കീർത്തനങ്ങൾ പാടിക്കൊണ്ട് പുരന്ദരദാസൻ വിജയനഗരത്തിലെ തെരുവുകളിലൂടെ ചുറ്റി സഞ്ചരിച്ചു. എത്ര മധുരമാണാ ശബ്ദം! അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ കേട്ടു നിന്നുപോകും. ഒരു സംഗീത വിദ്വാൻ ശിഷ്യയെ ശകാരിക്കുന്നതു കണ്ടപ്പോൾ, എന്താണു കാര്യം സഹോദരാ? ക്ഷമയ്ക്കും ഒരതിരില്ലേ? ഇവളെ പാട്ടു പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് വർഷം 1 ആയി. ഇനിയും ഈ കഴുതയ്ക്ക് രാഗം തെറ്റാതെ പാടാൻ അറിഞ്ഞുകൂടാ. നോക്കൂ മോളെ, ഞാൻ പാടുന്നത് ഏറ്റുപാടൂ. ലംബോദര ലഘുമികര, ലംബോദര ലഘുമികര. പുരന്ദരദാസന്റെ ഗാനം കുട്ടി അനായാസമായി പാടി. പിന്നീട്, മഹാനുഭാവ, അങ്ങ് സംഗീതത്തെ ലളിതമധുരമാക്കി. ഇനി മുതൽ അങ്ങയുടെ ഗീതമായിരിക്കും ഞാൻ കുട്ടികളെ ആദ്യം പഠിപ്പിക്കുക. നിത്യസഞ്ചാരിയായ പുരന്ദരദാസനും വിശ്വസ്ത ശിഷ്യനായ അപ്പണ്ണയും തിരുപ്പതിയിലും ഉടുപ്പിയിലും പണ്ഡരീപുരത്തുമെത്തി. ഒരു ദിവസം പണ്ഡരീപുരത്തു വെച്ച്, അപ്പണ്ണ, കാലു കഴുകാൻ കുറച്ച് ചൂടുവെള്ളം കൊണ്ടുവരൂ. അപ്പണ്ണ, വേഗമാകട്ടെ, എവിടെയാണു നീ? അല്പസമയം കഴിഞ്ഞ്, ക്ഷമിക്കണേ, ഞാൻ ഉറങ്ങിപ്പോയതാണ്. ഇത്രയും നേരം എടുക്കണമായിരുന്നോ? കലം വാങ്ങി പുരന്ദരദാസൻ വെള്ളം കാലിലൊഴിച്ചു. ഹൗ, എൻ്റെ കാലു പൊള്ളിയല്ലോ. വിഡ്ഢി, ചൂടുവെള്ളമാണ് ചോദിച്ചത്, തിളയ്ക്കുന്ന വെള്ളമല്ല. എന്നോട് പൊറുക്കണം. കൂടുതൽ ശ്രദ്ധിക്കാൻ ഇനി നീ ഓർമ്മിക്കും. ഹയ്യോ! പുരന്ദരദാസന് അന്നു രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഞാൻ എന്തൊരു പാപി! കോപത്തെ ജയിക്കാൻ എനിക്കെന്നു കഴിയും? പിറ്റേന്ന്, എന്നോട് ക്ഷമിക്കൂ കുഞ്ഞേ, നിന്നെ ഞാൻ ഇന്നലെ ദ്രോഹിച്ചു. അങ്ങ് എന്താണീ പറയുന്നത്? നീ ചൂടുവെള്ളം കൊണ്ടുവന്നതും ഞാൻ കോപിച്ച് കലം നിന്റെ നേർക്കെറിഞ്ഞതും ഇത്ര വേഗം മറന്നോ? ചൂടുവെള്ളമോ? ഇന്നലെയോ? ഇന്നലെ ഞാൻ പതിവിലും നേരത്തെ ഉറങ്ങിപ്പോയി. വെള്ളം ഞാൻ കൊണ്ടുവന്നില്ലല്ലോ. പുരന്ദരദാസൻ ചിന്താക്കുഴപ്പത്തിലായി. അപ്പണ്ണയല്ലെങ്കിൽ പിന്നെ അത് ആരായിരിക്കും? അദ്ദേഹം വേഗം ക്ഷേത്രത്തിലേക്കോടി. ഹേ വിട്ടല, അത് അങ്ങു തന്നെയായിരുന്നു. പുരന്ദരദാസൻ ഭഗവാന്റെ വിഗ്രഹത്തിനടുത്തേക്ക് കുതിച്ചു. ഭഗവാനെ, അങ്ങയുടെ തിരുനെറ്റി മുഴച്ചിരിക്കുന്നല്ലോ. ഞാൻ എന്തൊരു കടുംകൈയാണ് കാട്ടിയത്! അങ്ങ് ഒന്നും ചെയ്തിട്ടില്ല. ഭഗവാന് ഒന്നും സംഭവിച്ചിട്ടില്ല. സമാധാനിക്കൂ. പുരന്ദരദാസൻ പൊട്ടിക്കരഞ്ഞു. ഭഗവാനെ, അങ്ങ് എന്നെ സഹായിക്കാനെത്തി. എന്നിട്ടു ഞാൻ തന്ന പ്രതിഫലമോ? കലം കൊണ്ട് അങ്ങയെ എറിഞ്ഞു. അങ്ങയ്ക്ക് വല്ലാതെ നൊന്തു കാണും. അന്നു മുഴുവൻ പുരന്ദരദാസൻ ജലപാനം പോലുമില്ലാതെ ക്ഷേത്രത്തിൽ കഴിച്ചുകൂട്ടി. പൂജാരി പോയിട്ടും അദ്ദേഹം അനങ്ങിയില്ല. എന്നെ ശിക്ഷിക്കൂ ഭഗവാനെ. അങ്ങയെ ഞാൻ നോവിച്ചതുപോലെ എന്നെയും നോവിക്കൂ. പുരന്ദരദാസൻ അവിടെ തന്നെയിരുന്നു. പിറ്റേന്നു പുലർച്ചെ പൂജാരി നട തുറക്കാൻ എത്തിയപ്പോഴും പുരന്ദരദാസൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. പാവം, അദ്ദേഹം രാത്രി മുഴുവൻ ഒരേ ഇരിപ്പായിരുന്നെന്നു തോന്നുന്നു. എന്ത്, ഭഗവാന്റെ വളകൾ കാണാനില്ലല്ലോ? പൂജാരി ക്ഷേത്രാധികാരികളുടെ അടുത്തേക്കോടി. ശ്രീകോവിലിൽ കള്ളൻ കയറി, ഭഗവാന്റെ വളകൾ കാണാനില്ല. എങ്ങും വാർത്ത പരന്നു. ആളുകൾ ഓടിക്കൂടി. രാത്രിയിൽ ആർക്കാണ് ക്ഷേത്രത്തിൽ കടക്കാൻ കഴിയുക? പുരന്ദരദാസൻ രാത്രി മുഴുവൻ ക്ഷേത്രത്തിലാണു കഴിഞ്ഞത്. പുരന്ദരദാസനെ ചോദ്യം ചെയ്തപ്പോൾ
ഞാൻ ക്ഷേത്രത്തിലുണ്ടായിരുന്നു. പക്ഷേ മോഷണത്തെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. ഞാൻ ഈശ്വരചിന്തയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് വനജാക്ഷി എന്ന നർത്തകി ക്ഷേത്രത്തിലെത്തിയത്. "ങ്ങേ, ഭഗവാന്റെ വളകൾ ആ നൃത്തക്കാരിയുടെ കൈകളിൽ. അവൾക്ക് ഇത് എവിടുന്ന് കിട്ടി? " "വനജാക്ഷി, ഈ വളകൾ നിന്റെ കയ്യിൽ വന്നതെങ്ങനെ? " "ഇന്നലെ രാത്രി പുരന്ദരദാസൻ എൻ്റെ നൃത്തം കാണാനെത്തി. ബേഷ് ബേഷ്. നൃത്തം കണ്ടു സന്തോഷിച്ച് അദ്ദേഹം ഈ വളകൾ എനിക്ക് സമ്മാനിച്ചു. അത്രയുമേ എനിക്കറിയൂ. " പുരന്ദരദാസനെ വീണ്ടും ചോദ്യം ചെയ്തു. "ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? " "കഴിഞ്ഞ രാത്രി ഒരിക്കൽ പോലും ഞാൻ ക്ഷേത്രം വിട്ട് വെളിയിൽ പോയിട്ടില്ല. " പുരന്ദരദാസനെ തൂണിൽ കെട്ടിയിട്ട് ചാട്ടവാറുകൊണ്ടടിക്കാൻ തുടങ്ങി. "പറയടാ, സത്യം പറയുന്നതാണ് നല്ലത്. " "ഭഗവാനേ, എൻ്റെ ഭഗവാനേ, എനിക്കിതു കിട്ടിയാൽ പോരാ, ആഞ്ഞടിക്കൂ. എങ്കിലേ ഞാൻ ഭഗവാനോട് ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തമാകൂ. " പെട്ടെന്ന്, "ങ്ങേ, എൻ്റെ വളകൾ എവിടെ പോയി? " "അതാ അവ വീണ്ടും ഭഗവാന്റെ കൈകളിൽ. " "നിർത്തൂ, അടി നിർത്തൂ. പുരന്ദരദാസനെ നാം തെറ്റിദ്ധരിച്ചു. " വനജാക്ഷി ചിന്താക്കുഴപ്പത്തിലായി. "പുരന്ദരദാസ, അങ്ങല്ലെങ്കിൽ പിന്നെ ഇന്നലെ രാത്രി എൻ്റെ നൃത്തം കാണാൻ വന്നതാര്? അപ്പണ്ണയുടെ രൂപത്തിൽ എനിക്കു ദർശനം തന്നതാരാ? അദ്ദേഹം തന്നെ. മഹാദ്ഭുതം. " കുറ്റവിമുക്തനായി മെല്ലെ പുരന്ദരദാസൻ ക്ഷേത്രത്തിനു പുറത്തേക്കു നടന്നു. പുരന്ദരദാസൻ തൻ്റെ സഞ്ചാരം തുടർന്നു. ജനങ്ങളുടെ ശ്രദ്ധ ഈശ്വരനിലേക്ക് തിരിക്കാൻ അദ്ദേഹത്തിനൊരു വിദ്യയുണ്ടായിരുന്നു. "വരൂ കുട്ടികളെ, കൽക്കണ്ടം തിന്നാൻ വരൂ. " "കൽക്കണ്ടമോ? ഹായ്, എനിക്കു വേണം, എനിക്കും വേണം. " വേണ്ടത്ര ആളു കൂടിക്കഴിയുമ്പോൾ പുരന്ദരദാസൻ പറയും, "ഭഗവാന്റെ മധുരനാമം ഉച്ചരിക്കൂ. അതിനേക്കാൾ മധുരമുള്ള എന്തുണ്ട് ഭൂമിയിൽ? " പുരന്ദരദാസന്റെ കീർത്തനങ്ങൾ ജനങ്ങൾ ഏറ്റുപാടി. അതിൻ്റെ താളത്തിനൊത്ത് നൃത്തം വെച്ചു. "കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. " ലോകത്തു നടക്കുന്ന കാപട്യങ്ങൾക്കെതിരെയും പുരന്ദരദാസൻ പാടി. മനസ്സ് ഭഗവത്പാദങ്ങളിലല്ലെങ്കിൽ ധ്യാനം കൊണ്ടെന്തു നേടാൻ? മഹാനുഭാവ, അങ്ങ് എൻ്റെ കണ്ണു തുറപ്പിച്ചു. തൻ്റെ കീർത്തനങ്ങളുമായി പുരന്ദരദാസൻ സന്യാസിവര്യനായ വ്യാസതീർത്ഥനെ കാണാൻ ചെന്നു. "ഈ വിനീതദാസന്റെ എളിയ രചനകൾ സ്വീകരിച്ചാലും. പുരന്ദരദാസ, അങ്ങയുടെ വിശിഷ്ടകൃതികൾ നിലത്തുവയ്ക്കാനുള്ളതല്ല, ഇങ്ങു തരൂ. " വ്യാസതീർത്ഥൻ ആ കൃതികൾ പവിത്രമായ വ്യാസപീഠത്തിൽ വെച്ചു. കണ്ടുനിന്ന പണ്ഡിതന്മാർ ക്ഷുഭിതരായി. എന്ത്, കന്നഡ ഭാഷയിലെഴുതിയ കൃതികൾക്ക് ദേവഭാഷയായ സംസ്കൃതത്തിലെഴുതിയ മഹത് രചനകളോടൊപ്പം സ്ഥാനമോ? ഇതു തീരെ ശരിയായില്ല. പണ്ഡിതരുടെ അമർഷം വ്യാസതീർത്ഥൻ ശ്രദ്ധിച്ചു. "പുരന്ദരദാസന്റെ മഹത്വം ഞാൻ ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കും. ശിഷ്യ, പുരന്ദരദാസന്റെ കൃതികൾ എടുത്ത് നിലത്തുവെച്ചേക്കൂ. " പക്ഷേ പുരന്ദരദാസന്റെ കൃതികൾ നിലത്തുവെച്ചതും അവ താനെ പൊങ്ങിവന്ന് വ്യാസപീഠത്തിലിരുന്നു. "ഇതെന്തു മറിമായം! നാം അദ്ദേഹത്തോട് അന്യായം കാട്ടി. പുരന്ദരദാസൻ മഹാത്മാവാണ്. പുരന്ദരദാസന്റെ കൃതികൾ ഇനിമേൽ പുരന്ദരോപനിഷത്ത് എന്നറിയപ്പെടും. " വിജയനഗരത്തിൽ തുംഗഭദ്രാ നദിക്കരയിൽ രാജാവ് പണിയിച്ചുകൊടുത്ത കുടീരത്തിൽ പുരന്ദരദാസൻ തൻ്റെ അന്ത്യനാളുകൾ ചെലവിട്ടു. കഥാവശേഷനായി നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഭക്തകവി പുരന്ദരദാസന്റെ കീർത്തനങ്ങൾക്ക് കർണാടക സംഗീതത്തിൽ അതുല്യസ്ഥാനമാണുള്ളത്.